നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് എപ്കോയുടെ വയർ ബാസ്ക്കറ്റുകളെ കുറിച്ചിട്ടാണ്. വ്യത്യസ്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് എപ്കോയുടെ വയർ ബാസ്ക്കറ്റ്. അത് ഒന്നാമതായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്കോയുടെ പ്ലെയിൻ ബാസ്ക്കറ്റാണ്. എപ്കോയുടെ പ്ലെയിൻ ബാസ്ക്കറ്റ് നമുക്ക് 15 ഇഞ്ച് മുതൽ 21 ഇഞ്ച് വരെയുള്ള അളവുകളിൽ നമുക്ക് ലഭ്യമാണ്. എപ്കോയുടെ ഒരുവിധപ്പെട്ട എല്ലാ ബാസ്ക്കറ്റുകളും 11 തൊട്ട് 21 ഇഞ്ച് വരെ നമുക്ക് അവൈലബിൾ ആണ്. ഈ ബാസ്ക്കറ്റുകളെല്ലാം 304 എന്ന് പറയുന്ന SS-ൻ്റെ ഫുഡ് ഗ്രേഡെന്ന് നമുക്ക് പറയാവുന്ന ഗ്രേഡിലാണ് ഈ ബാസ്ക്കറ്റുകളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഈ പ്ലെയിൻ ബാസ്ക്കറ്റിൽ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ പാർട്ടീഷൻ ബാസ്ക്കറ്റ് ഉണ്ട്, ബോട്ടിൽ ബാസ്ക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്ലേറ്റുകൾ വയ്ക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ എപ്കോയുടെ പ്ലേറ്റ് ബാസ്ക്കറ്റുകളുണ്ട്. വീതി കുറഞ്ഞിട്ടുള്ള വക്കുകൾ കുറവുള്ള കൊപ്പി പ്ലേറ്റുകൾ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും പ്ലേറ്റ് ബാസ്ക്കറ്റുകൾ ഉപയോഗിക്കുന്നത്. അതുകൂടാതെ വീതി കൂടിയിട്ടുള്ള പഴയ തരത്തിലുള്ള സ്റ്റീൽ പ്ലേറ്റുകളൊക്കെയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് താലി ബാസ്ക്കറ്റുകൾ ഉപയോഗിക്കുന്നത്. ഇത് എപ്കോയുടെ കപ്പ് ആൻഡ് സോസർ എന്ന് പറഞ്ഞ ബാസ്ക്കറ്റാണ്. അത് ചെറിയ സോസറുകൾ, ചെറിയ ഗ്ലാസ്സൊക്കെ നമുക്ക് സൗകര്യപ്രദമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് വയർ ബാസ്ക്കറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷീറ്റ് കട്ട്ലറിയാണ്. ഷീറ്റ് SS 304 ഗ്രേഡ് ഷീറ്റ് ഹോൾ ചെയ്തിട്ട് ഒന്നും താഴേക്ക് പോകാതിരിക്കാൻ, കാരണം സ്പൂണ് കത്തിയൊക്കെ ആണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വയ്ക്കുന്നത്. അത് താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വയറല്ല, പക്ഷേ ഷീറ്റിൽ ചെറിയ ഹോൾസ് ഇട്ടിട്ടുള്ള കട്ട്ലറി ബാസ്ക്കറ്റാണിത്. ഇത് കൂടാതെ നമുക്ക് ബോട്ടിൽ പുള്ളൗട്ട് ഉണ്ട്. ഓയിലുകൾ അങ്ങനെയുള്ള ചെറിയ ബോട്ടിലുകളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള അളവുകളിലുള്ള ബോട്ടിൽ പുള്ളൗട്ടുകളുണ്ട്.